പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് തുടങ്ങുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ, ഗ്രാഫ്, പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ അടുത്ത ടോപ്പിക്കായ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച തിയറികൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇന്നത്തെ സെക്ഷൻ. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ എഫും എഫ് ഇൻവേഴ്സും, ഒന്നൊന്നിന്റെ ഇൻവേഴ്സ് ആണ്. എഫ് ബൈജക്റ്റീവ് ആണ് എങ്കിൽ മാത്രമേ അതിന് ഇൻവേഴ്സ് ഉള്ളൂ എന്ന് നമുക്കറിയാം. എഫും എഫ് ഇൻവേഴ്സും ടു ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ്. ദെൻ അവരുടെ കോമ്പോസിഷൻ, രണ്ട് ഫംഗ്ഷൻസ് പരസ്പരം ഇൻവേഴ്സുകളാണെങ്കിൽ അവരുടെ കോമ്പോസിഷൻ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ വരും? എക്സ് തന്നെ വരും. ഇവിടെ ഒരു നിബന്ധനയുള്ളത്, ഈ നമ്മൾ എടുക്കുന്ന ഈ എക്സ് എന്ന ഈ വാല്യൂ എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷന്റെ ഡൊമൈനിലായിരിക്കണം എന്ന് മാത്രം. ഇത് എല്ലാ ഫംഗ്ഷനും, ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ശരിയാണ്. ഫോർ എക്സാമ്പിൾ, എഫ് നമ്മൾ സൈൻ എക്സ് എടുത്തു, അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഡെഫിനിഷൻ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരും. ഒരു നിബന്ധന മാത്രം, എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡൊമൈൻ, അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലായിരിക്കണം. Therefore, our first property is sin of sin inverse x equal to x. ഇത് സൈൻ ഇൻവേഴ്സിന് മാത്രമല്ല, ഈ എഫിന് പകരം നമുക്ക് cos x, tan x, sec x, cosec x ഏത് ഫംഗ്ഷൻ വേണേലും എടുക്കാം. ഏത് ഫംഗ്ഷൻ എടുത്താലും, ബാക്കി ഉള്ള 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ ഏത് വേണേലും നമുക്ക് എടുക്കാം. ഏത് ഫംഗ്ഷൻ എടുത്താലും അതിന് ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോസ് എടുക്കുവാണെങ്കിൽ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വരും. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇവിടെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പൊ ഈ സൈനും സൈൻ ഇൻവേഴ്സും കൂടെ ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എക്സ് അവശേഷിച്ചു. അങ്ങനെ ഓർക്കാൻ വേണ്ടി ഓർക്കുക. അതുപോലെ തന്നെ എല്ലാ ബാക്കി 5 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതേപോലെ എഫും എഫ് ഇൻവേഴ്സും ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ അതിനുള്ള മറ്റൊരു കമ്പോസിഷൻ എടുക്കും. മറ്റേ രീതിയിൽ നമ്മൾ ഇവിടെ ആദ്യം എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എടുത്തു, തിരിച്ചെടുക്കുവാണെങ്കിൽ ഇൻവേഴ്സ് പുറത്തെടുക്കുവാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇങ്ങനെ എടുത്താലും എന്ത് തന്നെ വരും? എക്സ് തന്നെ വരും. കോമ്പോസിഷന്റെ ഓർഡർ മാറ്റിയെടുത്താലും എക്സ് തന്നെ വരും. ഒരു നിബന്ധന മാത്രം, ഈ എക്സ് എന്നുള്ളത് എഫിന്റെ ഡൊമൈനിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം. വേറെ എഫ് എന്നുള്ളത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇവിടെ എക്സാമ്പിള് നമ്മൾ സൈൻ എക്സ്, എഫ് ഈക്വൽ ടു സൈൻ എക്സ് എടുത്തു. സൈൻ എക്സ് ബൈജക്റ്റീവ് ആയിരിക്കണം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം. സൈൻ എക്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുള്ള കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതിന്റെ കാരണം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ എക്സ് എന്നുള്ളത് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുള്ളിൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ സൈൻ എക്സ് ബൈജക്റ്റീവ് ആകുള്ളൂ. സൈൻ എക്സ് ബൈജക്റ്റീവ് ആയാൽ മാത്രമേ സൈൻ ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. Therefore, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കിടക്കുവാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എപ്പോൾ മാത്രം ഈ എക്സ് സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുമ്പോൾ മാത്രം. കാരണം അപ്പോൾ മാത്രമേ ഇത് ബൈജക്റ്റീവായി വരുന്നുള്ളൂ. ഈക്വൽ ടു എക്സ്, എക്സ് ഇൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ എക്സ് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റും ഫോർത്തും ക്വാഡ്രന്റ് ആണ്. ഈ സൈനിനുള്ള എല്ലാ പ്രോപ്പർട്ടിയും ആർക്കും ഉണ്ട്, കൂടെ സൈനിന്റെ ബ്രദറായ കൊസീക്കിനും ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് എക്സ് ഈക്വൽ ടു എക്സ് if and only if the value is in first and fourth quadrant. ഇപ്പൊ 2 ക്വാഡ്രന്റ് ഇവിടെ ആയിട്ടുള്ളൂ. ഇനി ബാക്കി 2 ക്വാഡ്രന്റും കൂടി ഉണ്ട്.
ആ ക്വാഡ്രന്റിലെ എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ ആംഗിള് നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ വാല്യൂവിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഫോർമുല. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിലാണ് ഈ എക്സ് വരുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്തായി മാറും? പൈ മൈനസ് എക്സ് ആയി മാറും. ഇത് ഓർത്ത് വെക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ക്വാഡ്രന്റിൽ മാത്രം അത് എക്സ് ആയി നിലനിൽക്കും. പ്രിൻസിപ്പൽ വാല്യൂ ക്വാഡ്രന്റിന് പുറത്ത് മറ്റ് ക്വാഡ്രന്റുകളിൽ മറ്റ് രണ്ട് ക്വാഡ്രന്റിൽ വന്നാൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു പൈ മൈനസ് എക്സ് ആണ്. സൈനിനും കൊസീക്കിനും ഇതേ റിസൾട്ടാണ്. ഇത് നന്നായിട്ട് ഓർത്ത് വെക്കുക, മറന്നു പോകാൻ പാടില്ല. നമ്മളിതിന് വേറെ എവിടെയും ഫോർമുല ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നില്ല. ഈ ഫോർമുല ഇപ്പോൾ തന്നെ മറന്നു പോകാതെ മനസ്സിൽ കുറിക്കുക. ഇതേപോലെ അടുത്ത ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്താൽ, കോസ് എക്സിന്റെ കേസ് എടുത്താൽ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകണമെങ്കിൽ ഈ എക്സ് എവിടെ ആയിരിക്കണം? കോസ് എക്സ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം, എങ്കിലേ കോസ് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഈ എക്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്. എപ്പോൾ മാത്രമാണ്? എക്സ് ഇൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് എക്സ്. ഏതായിരുന്നു കോസ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ. ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആയിരുന്നു? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, 0 മുതൽ പൈ വരെയുള്ള ആംഗിൾ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ത് തന്നെ വന്നു? എക്സ് തന്നെ വന്നു. കോസിന് കൊണ്ട പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ജോഡിക്ക് സീക്കിനും അതേ പ്രോപ്പർട്ടി തന്നെയാണുള്ളത്. ഈക്വൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ സീക്കിന്റെ വാല്യൂ, സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സിന്റെ വാല്യൂ എക്സ് തന്നെയായി നിലനിൽക്കും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിന്റെ കേസ് ഇവിടെ വന്നുള്ളൂ. ബാക്കി രണ്ട് ക്വാഡ്രന്റിൽ തേർഡും ഫോർത്തിലും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഫോർമുല. ഇത് നമ്മൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ടെക്സ്റ്റിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല മറക്കാതെ എവിടെയെങ്കിലും കൃത്യമായി കുറിച്ചിടുക. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു 2 പൈ മൈനസ് എക്സ് ഇൻ തേർഡ് ആൻഡ് ഫോർത്ത്, അതർ ടു ക്വാഡ്രന്റ്. സൈനിന്റെ കേസിൽ അതർ ടു ക്വാഡ്രന്റിലെ വാല്യൂ പൈ മൈനസ് എക്സ് ആയിരുന്നെങ്കിൽ കോസിന്റെ കേസിൽ അതർ ടു ക്വാഡ്രന്റിലെ വാല്യൂ 2 പൈ മൈനസ് എക്സ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ആണ്. ഇൻവേഴ്സ് പുറത്തു വരുന്ന കേസാന്ന് ഓർക്കണം. ഇവിടെയും ഇതുപോലെ തന്നെ ടാൻ എക്സ് എക്സിസ്റ്റ് ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ടാൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ടാൻ എക്സ് ബൈജക്റ്റീവ് ആകുന്നത് അതിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിലാണ്. അതായത് പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ടാനിൻ്റെത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് തന്നെ വരും. അപ്പം ബാക്കിയുള്ള ക്വാഡ്രന്റിൽ, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിൽ ഇതിന്റെ വാല്യൂ എന്താന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതും ടെക്സ്റ്റിലില്ല, ഓർത്ത് വെച്ചോണം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോണം. ഇതിന്റെ വാല്യൂ എക്സ് മൈനസ് പൈ ആണ്. എല്ലാം ഇത് മൂന്നും കമ്പയർ ചെയ്ത് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാം മൈനസ് ആണ്. സൈനിന് പൈ മൈനസ് എക്സ്, കോസിന് 2 പൈ മൈനസ് എക്സ്. ഇവിടെ സൈനിനോടാണ് ഇതിന് സാമ്യം, പക്ഷെ ഇത് നെഗറ്റീവ് വന്നു എന്ന് മാത്രം. എക്സ് മൈനസ് പൈ, സൈൻ പൈ മൈനസ് എക്സ്, ടാന് എക്സ് മൈനസ് പൈ. കോട്ടിൻ്റെത് കോട്ടും ടാനിന്റെയും പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് വേറെ ആയതുകൊണ്ടാണ് ഇത് വേറെ തന്നെ കാണിക്കേണ്ട വന്നത്. ടാനിന്റെ ജോഡിയാണ് കോട്ട എങ്കിലും അതിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് വേറെയാണ്. അപ്പൊ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു എക്സ് കോട്ടിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ്. കോട്ടിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് തന്നെ വന്നു. ബാക്കിയുള്ള ക്വാഡ്രന്റിലെ വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. ബാക്കിയുള്ള ക്വാഡ്രന്റിൽ ടാനിന്റെ അതേ ഫോർമുല തന്നെയാണ് കോട്ടിനുള്ളത്, എക്സ് മൈനസ് പൈ. അതായത് തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് അല്ലാത്ത മറ്റ് രണ്ട് ക്വാഡ്രന്റുകൾ, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് മൈനസ് പൈ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ചുരുക്കി പറയുവാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് in the principal quadrant of sin x. This is true for other 5 trigonometric function. എല്ലാത്തിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരും. അതർ ക്വാഡ്രന്റുകളിൽ അതിന്റെ വാല്യൂ ഏതാന്നുള്ളത് അതിന്റെ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. സൈനിന്റെ പൈ മൈനസ് എക്സ്, കോസിനും സീക്കിനും ഒറ്റ എല്ലാവരുടെയും അവരുടെ ജോഡിക്കും അവർക്കും അതേ ഫോർമുലയാണ്. സൈനും കൊസീക്കും പൈ മൈനസ് എക്സ്, കോസും സീക്കും 2 പൈ മൈനസ് എക്സ്, ടാനും കോട്ടും എക്സ് മൈനസ് പൈ. ഫോർമുല ഒന്ന് തന്നെയാണ്. ടാനിനും കോട്ടിനെയും ക്വാഡ്രന്റ് വരുന്നത് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇത് വേറെ തന്നെ കാണിച്ചിരിക്കുന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൃത്യമായി ഓർത്ത് വെക്കുക. അതിൽ ഇത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ കൺഫ്യൂഷന്റെ ആവശ്യമില്ലായിരുന്നു. സൈൻ ട്രിഗ്നോമെട്രി പുറത്ത് വരുന്ന കേസിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. സിമിലർലി ഫോർ ഓൾ അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതേ സമയത്ത് ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസിലാണ് വ്യത്യാസം വരുന്നത്. അത് ഓർത്തോണം. ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസിലാണ് ഫോർമുലയിൽ മാറ്റമുള്ളതെന്ന കാര്യം കൃത്യമായി ഓർത്ത് വെക്കുക. ഇനി ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പേനയും പേപ്പറും കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരിക. നമ്മൾ ഒരുമിച്ചാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ കൂടി. ആ മെത്തേഡ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. സാധാരണ 2 മാർക്കിന് വരെ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. ഈ മോഡൽ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ്, ഈ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം നോക്കണം സൈൻ ഇൻവേഴ്സ് ആണോ പുറത്ത് കിടക്കുന്നതെന്ന്. ഇൻവേഴ്സ് പുറത്ത് കിടക്കുന്നതിനാണ് നമ്മൾ ഫോർമുല വെച്ച് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ആണ്, ഇൻവേഴ്സ് ആണ് പുറത്തുള്ളത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ, അത് ഇൻവേഴ്സ് പുറത്തുള്ള ഫംഗ്ഷൻ കേസാണ്. അപ്പൊ നമുക്ക് ഫോർമുലയുടെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കുക. ഒന്നാമത് അത് നമ്മൾ നോക്കി ഉറപ്പിച്ചു, സൈൻ ഇൻവേഴ്സ് പുറത്തുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനൊരു ക്രൈസിസ് ഉണ്ട്, എന്താന്ന് നോക്കിക്കോണം. അപ്പൊ രണ്ടാമത് നമ്മൾ നോക്കി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്ന് കാണുന്ന പാടെ ഓടിപ്പോയി 2π/3 എന്ന് എഴുതരുത്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വരണമെങ്കിൽ ഈ ആംഗിള് എവിടെ ആയിരിക്കണം? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ, അതായത് സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണെന്നുള്ള നമ്മൾ ക്വാഡ്രന്റ് വെച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. ഈ 2 ക്വാഡ്രന്റിനുള്ളിലാണെങ്കിൽ മാത്രമേ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് 2π/3 എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്ന് കണ്ടാൽ ആദ്യം 2π/3 എന്ന ആംഗിൾ നോക്കുക. ഇത് ഈ 4 ക്വാഡ്രന്റിൽ എവിടെയാണ് വരുന്നതെന്ന് ആദ്യം കൺഫേം ചെയ്യുക. അപ്പൊ എളുപ്പത്തിൽ നോക്കുക, ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് നോക്കാൻ 2π/3 അല്ല ആംഗിൾ. അപ്പൊ 2 × π/3, π/3 എന്ന് പറയുന്നത് നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അപ്പം 2 × 60 120 ആണ്. ആംഗിൾ 120 ആണ്, ഈക്വൽ ടു 120. ഈ 120 എന്ന് പറയുന്നത് ഏത് ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരും? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ 90 വരെയാണ് വരുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിൽ 90 മുതൽ 180 വരെ. അപ്പൊ 120 വരുന്നത് സ്വാഭാവികമായും ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. നമുക്ക് പിടികിട്ടി. അപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈനിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്താണ് തന്നിരിക്കുന്ന ആംഗിൾ ഇപ്പം നിലവിലുള്ളത്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇപ്പൊ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്താണെങ്കിൽ, അതർ ക്വാഡ്രന്റിലായിരുന്നെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഫോർമുല? സൈനിന്റെ കേസാണ്, അതുകൊണ്ട് π - x എന്നാണ് നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല. ഈ എക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിന്റെ ഫോർമുല എന്താണ്? π - x. ഇവിടെ 2π/3, π - x 2π/3 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? π/3 എന്ന് കിട്ടി. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ഈക്വൽ ടു π/3. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. ഇത് ഈ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു 2 വർഷം മുമ്പ് 2 മാർക്കിന് ചോദിച്ചതാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും ഇത് നോട്ട് ചെയ്യണം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസാണ്. അപ്പൊ അതിനൊരു ക്രൈസിസ് ഉണ്ടെന്ന് ഓർത്തോണം. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/5. ഇപ്പൊ ക്രൈസിസ് ഉള്ള കേസാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ആദ്യം ഈ ആംഗിള് ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. സൈൻ ആണ്, പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 1 ഉം 4 ഉം ആണെന്ന് അറിയാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാം. അവിടെ ഈ 2 ക്വാഡ്രന്റിലാണോ എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ ആംഗിൾ എടുത്ത് നോക്കുക. 3 × എന്റെ ആൻസർ 3 × π/5. π/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 36 ആണ് π/5 എന്ന് പറയുന്നത്, 36 ഡിഗ്രി. അപ്പൊ 3 × π/5 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? 120, 138 വരും. 138 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്വാഭാവികം നമുക്ക് ഉറപ്പാണ് അത് എവിടെയാണ് വരിക? 180ക്ക് മുമ്പ്, അതായത് ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെയാണ് ഇവിടെയും വരിക. എന്തിന് പുറത്തു പോയി? സൈനിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്താണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ആംഗിള്. ഇവിടെയാണ് നമ്മുടെ 3π/5. ഈ 3π/5 എന്നുള്ള നമ്മുടെ ഈ ആംഗിള് വന്നിരിക്കുന്നത് ഇപ്പോൾ
ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഫോർമുല വേണം. പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്ത് പോയാൽ ഫോർമുലയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സൈനിന്റെ ഫോർമുല നമ്മൾ ഓർത്തെടുക്കുന്നു. പൈ മൈനസ് എക്സ്, എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആംഗിൾ. പൈ മൈനസ് എക്സ് നമ്മൾ അപ്ലൈ ചെയ്തു. അത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. നമുക്ക് എത്ര കിട്ടി? 2π/5. ഇനി അടുത്തത് ഒരു ചെറിയ വ്യത്യാസം ഒന്നും പറയാനില്ല, എന്തായാലും ഒരു പ്രത്യേകതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ്, എല്ലാവരും ഇതെടുത്ത് എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തൊരു വേഗം എഴുതിയെടുക്കുക. മൂന്നാമത്തത്, ഇതിനെ ഒന്ന് സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്തോ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 13π/6. ഇപ്പൊ കോസ് ഇൻവേഴ്സ് പുറത്താണ്. അപ്പൊ ക്രൈസിസ് ഉള്ള കേസാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ കോസ് ആണ്, അതുകൊണ്ട് പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ഏതാണെന്ന് ആദ്യം തന്നെ പോയി നോക്കി വെക്കുക. കോസിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് നമ്മൾ ഓർത്ത് വെച്ചു, ഫസ്റ്റും സെക്കൻഡുമാണ്. ഈ രണ്ട് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ 13π/6 അത് എത്രയാണെന്ന് നോക്കുക. 13 × π/6 മീൻസ് 30. 13 × 30 എന്ന് പറയുന്നത് എത്ര വരും? ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 13 × 30 എന്ന് പറയുന്നത് എത്ര വരും? ഏത് ക്വാഡ്രന്റിൽ വരും? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. 390 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഈക്വൽ ടു 390. 390 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരുന്നതാണ്? 360 പറയുമ്പോൾ നമുക്ക് ഇവിടം വരെ എത്തി. ഒരു റൗണ്ട് പൂർത്തിയായാണ് 360 എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇനി 390 എന്ന് പറഞ്ഞാൽ വീണ്ടും 30 ഡിഗ്രി കൂടെ മൂവ് ചെയ്തു. അതായത് 30 ഡിഗ്രി മൂവ് ചെയ്താലും എവിടെ തന്നെ നിൽക്കും? നമ്മുടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ വന്ന് നിൽക്കും. അതായത് 390 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അത് ഏത് ക്വാഡ്രന്റ് ആണ്? കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് നമുക്ക് ഫോർമുലയുടെ ആവശ്യമുണ്ടോ? ഫോർമുലയുടെ ആവശ്യം ഈ കേസിൽ ഇല്ല. കാരണം അതിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിൽ തന്നെ വന്ന ആംഗിൾ. പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് അല്ല എന്ന്. നമ്മൾ അതുകൊണ്ട് കൃത്യമായി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തു, കോസിന്റെ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്ന ആംഗിൾ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, 390. ദെയർഫോർ ഇത് പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് കോസിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ആണ്. അതുകൊണ്ട് ആംഗിൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ആംഗിൾ 13π/6 അല്ലേ, പിന്നെ എന്തുകൊണ്ട് π/6 എഴുതുന്നു? നമ്മൾ എഴുതുമ്പോൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ഇതിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിലെ ആംഗിൾ ആയിട്ട് തന്നെ എഴുതണം. അപ്പം 390 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൗണ്ട് പൂർത്തിയായി. 360 കഴിഞ്ഞതിന് ശേഷം 30 ഡിഗ്രി കൂടെ മൂവ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളിനെ എപ്പോഴും എങ്ങനെ തന്നെ എഴുതണം? ഈ ഇതുവരെയുള്ള ഫുൾ റൗണ്ടിന്റെ വാല്യൂ, അതിൽ നിന്ന് 360 അല്ല ഫുൾ റൗണ്ട്, ആ ഫുൾ റൗണ്ടിന്റെ വാല്യൂ ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. 360 ഇതിൻ്റെ അകത്ത് നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ പിന്നെ ബാക്കി വരുന്നതാണ് 30. ആ 30 ആണ് നമ്മളിവിടെ എഴുതുക, അതായത് π/6. ഇനി അഥവാ നിങ്ങൾ 390 തന്നെ എഴുതിയോ അല്ല 13π/6 തന്നെ എഴുതിയെന്നൊക്കെ തെറ്റൊന്നുമില്ല. ഇങ്ങനെ എഴുതുന്നതാണ് അതിന്റെ ശരിയായ രീതി. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അപ്പൊ ഫുൾ റൗണ്ട് കളഞ്ഞ് ബാക്കിയുള്ള 30 മാത്രം ഇതിനകത്ത് എഴുതുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ട് ക്ലിയർ ആക്കുക. പ്രിൻസിപ്പൽ ക്വാഡ്രന്റിൽ തന്നെ വന്ന വാല്യൂ ആയിരുന്നു. പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് എഴുതാം. നമ്മൾ പക്ഷെ ഇവിടെ ഡയറക്റ്റ് പോയി അത് തന്നെ എഴുതിയില്ല. അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഷേപ്പിലേക്കൊന്ന് മാറ്റി എഴുതിയെന്ന് മാത്രം. 390 ഡയറക്റ്റ് എഴുതുന്നതിന് പകരം അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നാൽ വീണ്ടും ഫുള്ളായ റൗണ്ട് നമ്മൾ കണക്കാക്കുകയല്ലോ. ഫുൾ റൗണ്ട് കളഞ്ഞ് 360 അതിൻ്റെ അകത്ത് കളഞ്ഞ് ബാക്കിയുള്ള ആംഗിൾ എഴുതി. ഇനി അടുത്തതെല്ലാം ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ടാൻ 7π/6. ടാൻ ആണ്, ടാനിന്റെ ആദ്യം ടാൻ ഇൻവേഴ്സ് പുറത്താണ്, ക്രൈസിസ് ഉള്ള കേസാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി ടാൻ ആയതുകൊണ്ട് ക്വാഡ്രന്റ് ഏതാണെന്ന് നമ്മൾ നോക്കി വെച്ചു. ടാനിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ഫസ്റ്റും ഫോർത്തും ആണെന്ന് ഓർത്ത് വെച്ചു. ഈ ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഡയറക്റ്റ് എഴുതാവോ നോക്കുക. അപ്പൊ ഇതിന്റെ വാല്യൂ ഒന്ന് നോക്കുക. 7 × π/6. π/6 മീൻസ് 30. 7 × 30 ഈസ് 210. 210 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 210 ആണ്. 210 ആണ് നമുക്ക് കിട്ടിയത്. ഈ 210 എന്നുള്ള ആംഗിൾ ഏത് ക്വാഡ്രന്റിൽ വരും? ഇത് 0 to 90. ഇത് 90 മുതൽ 180 വരെ എവിടെയുള്ളൂ. അപ്പൊ 180 ശേഷം 180 മുതൽ 270 വരെ തേർഡിലാണ് വരിക. അപ്പൊ 210 എന്ന് പറയുന്നത് 210 എവിടെ വരും? ഈ തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. നമ്മൾ തേർഡ് ക്വാഡ്രന്റിലാണ് ഇത് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട്
പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ആണോ, ടാനിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റിലാണോ ഇപ്പോൾ അതുള്ളത്? പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ഇത് രണ്ടുമായിരുന്നു. അതുകൊണ്ട് പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്താണ്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ നിർബന്ധിതനാണ്? ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ടാനിന്റെ ഫോർമുല ഓർത്തെടുക്കുക. ടാനിന്റെ ഫോർമുല എന്തായിരുന്നു? എക്സ് മൈനസ് പൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആംഗിളിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എക്സ് മൈനസ് പൈ ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5/6. വളരെ ഈസി അല്ലേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഫോളോയിങ്. ഇതിന്റെ 2 എണ്ണം ഹോംവർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി വെരിഫൈ ചെയ്യണം. ഈ 2 ക്വസ്റ്റ്യൻസ് ഇതേ മോഡലിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഒരു സംശയം വരേണ്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പെട്ടെന്ന് പിന്നെ ഇതുപോലത്തെ നമ്മൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ മറന്നു പോകണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആദ്യം ഇൻവേഴ്സ് പുറത്ത് വരുന്ന മോഡലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്രൈസിസ് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ് എന്ന് എഴുതാം. നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി സൈൻ, ട്രിഗ്നോമെട്രി പുറത്താണെങ്കിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. അതിന് വേറെ ഫോർമുല ഒന്നുമില്ല, ഡയറക്റ്റ് ആണ്. ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇൻവേഴ്സ് അല്ല പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഇൻവേഴ്സ് പുറത്ത് അങ്ങനെ ഓർത്ത് നോക്കുക. ഇൻവേഴ്സ് പുറത്ത് വരുന്ന കേസ് ആണെങ്കിൽ ക്രൈസിസ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ആണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് ആൻസർ എഴുതാവുള്ളൂ, തന്നിരിക്കുന്ന ആംഗിൾ ഡയറക്റ്റ് എഴുതാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ഫോർമുലയാണ്. പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്ത് പോയാൽ ഫോർമുലയാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കണം, അതിന്റെ പ്രിൻസിപ്പൽ ക്വാഡ്രന്റ് ഏതാന്ന് നോക്കി വെക്കണം. ഇനി പ്രിൻസിപ്പൽ ക്വാഡ്രന്റിന് പുറത്താണെന്ന് കണ്ടാൽ അതിന്റെ ഫോർമുല, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോർമുല ഏതാന്ന് ഓർത്ത് വെക്കുക. 3 ഫോർമുലയെ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളൂ. സൈനിൻ്റെത്, കോസിൻ്റെത്, ടാനിൻ്റെത്. സൈനിന് π-x, കോസിന് 2π-x, ടാനിന് x-π. അവരുടെ ജോഡിക്കും അതേ ഫോർമുല തന്നെയാണ്. ഫോർമുലയുടെ എല്ലാവർക്കും ഫോർമുല സെയിം ആണ്, ക്വാഡ്രന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇത് 2 മാർക്കിന് വരെ ചോദിക്കാവുന്ന സാധാ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഈ പ്രോപ്പർട്ടിയുടെ ഒരു ആപ്ലിക്കേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില കോംപ്ലക്സ് ഫങ്ഷൻസ് നമ്മുടെ തന്നാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന ഈ ഫങ്ഷൻ എക്സിലേക്ക് മാറി കിട്ടും, ഒരു സിമ്പിൾ ഫോമിലേക്ക് മാറി കിട്ടുന്നു. എക്സിൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പറയും, എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗ്നോമെട്രിയുടെ കുറേ റിസൾട്ടുകൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങൾക്ക് ആവശ്യമാണ്. ആ റിസൾട്ടുകളെല്ലാം നിങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്ത് ഓർക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 - cos x / 1 + cos x. ഈ ഫംഗ്ഷനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്. ഈ കോംപ്ലക്സ് ഫംഗ്ഷനെ എക്സ് എന്ന സിമ്പിളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച്. അതേപോലെ അതേ പ്രോപ്പർട്ടി ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അതിന് എന്ത് വേണ്ടി വരും? ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. ഇപ്പോൾ ഉള്ളിൽ എന്ത് വരണം? നിർബന്ധമായും എന്ത് വരേണ്ടി വരും? ടാൻ എക്സ്. അപ്പോൾ ഈ ഉള്ളിലുള്ള ഫംഗ്ഷനെ ടാൻ എക്സ് എന്ന് മാറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒറ്റ എയിമേ ഉള്ളൂ, ഈ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനുള്ള ഒരു ട്രിക്കാണിത്. ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ടാനിലേക്ക് മാറ്റുന്നതിനാവശ്യമായ ഫോർമുലകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ റൂട്ട് ഓഫ് 1 - cos x / 1 + cos x എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ. അതിലെ ടാനിലേക്ക് മാറ്റാനായി ആവശ്യമായ ഫോർമുലകൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഓർത്തെടുക്കുന്നു. 1 - cos x എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു, പ്രത്യേകം ഒരു ബോക്സിലിട്ട് പഠിച്ചതാണ്. 2 sin² x/2. അതേപോലെ 1 + cos x ഈസ് 2 cos² x/2. ഈ 2 റിസൾട്ടുകളുമാണ് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 2 sin² x/2 / 2 cos² x/2. ഈ 2 2 കൂടെ കട്ടായി പോകും. റൂട്ടിനുള്ളിലായതുകൊണ്ട് ഈ 2 സ്ക്വയറുകളും ക്യാൻസലായി പോകും. റൂട്ടും സ്ക്വയറുകളും കൂടി ക്യാൻസലായിപ്പോയി. ബാക്കി sin x/2 / cos x/2 ആണ്. നമുക്കറിയാം sin / cos എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പം ടാൻ x/2 എന്നായി. ഇപ്പോൾ എന്തായി? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ. ഇതിൻ്റെ ഉള്ളിൽ ടാനിനെ നമുക്ക് എത്തിക്കാൻ പറ്റി.
ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ രണ്ടും കൂടെ ക്യാൻസലായി പോയി. ബാക്കിയുള്ള വാല്യൂ വന്നത് x/2 എന്നാണ്. നമ്മളിവിടെ ഈ കിട്ടുന്ന വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഈ കിട്ടുന്ന വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരത്തക്ക രീതിയിലുള്ള ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയാത്തത്. അത് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫൈ ചെയ്തോളും. നിങ്ങളതിനെപ്പറ്റി ബോധേഡാവണ്ട. നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻസർ തന്നിരിക്കുന്ന ഈ കോംപ്ലക്സ് ഫംഗ്ഷനെ ഒരു സിമ്പിൾ ഫോമായ x/2 നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് ഇത് മനസ്സിലാക്കിയ ശേഷം സ്വന്തമായിട്ട് നോട്ടിലേക്ക് എഴുതി നോക്കുക. കോപ്പി അടിക്കരുത്. കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് അതുപോലെ എഴുതാൻ കിട്ടിയെന്നിരിക്കുകയില്ല. ഇനി വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് cos x മൈനസ് sin x ബൈ cos x പ്ലസ് sin x. എക്സിൻ്റെ വാല്യൂ റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന മുഴുവൻ ഫംഗ്ഷനെയും ടാനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും റിസൾട്ടുകൾ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ടുകൾ അവൈലബിൾ ആണോ നോക്കുക. cos x മൈനസ് sin x അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടോ നോക്കുക. റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അതേപോലെ cos x പ്ലസ് sin x എന്നുള്ള റിസൾട്ടും പഠിച്ചിട്ടില്ല. പിന്നെ ഇതിനെ ടാനിലേക്ക് മാറ്റാൻ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷത്തെ അതേ ടെക്നിക്ക് ഡിവൈഡ് ദ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. ഇത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനെയും നമ്മൾ cos x കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓർമ്മയുണ്ടാവുമല്ലേ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം. ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തപ്പോൾ ഇതെന്ത് സംഭവിച്ചു, ഇത് cos x ബൈ cos x ആയി മൈനസ് sin x ബൈ cos x ആയി. ഇത് cos x ബൈ cos x, ഇത് sin x ബൈ cos x. അതായത് ഈ ഫോമിലേക്ക് മാറി. cos x ബൈ cos x ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പം 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്നായി. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അന്ന് പഠിച്ചപ്പോഴേ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു നമുക്കിത് സെക്കൻഡ് ഇയറിൽ ആവശ്യം വരുമെന്ന്. ഈ ഒരു എക്സ്പ്രഷൻ ഏതാണെന്ന് ഇനി ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാനിത് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഫോർമുല ടാൻ എ മൈനസ് ബി. ടാൻ എ മൈനസ് ബി ഈസ് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് പകരം π/4 കൊടുത്താൽ ടാൻ ബിക്ക് പകരം എക്സും കൊടുത്താൽ ടാൻ π/4 മൈനസ് എക്സിന് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് വരും, ടാൻ π/4 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ π/4 ഇൻറ്റു ടാൻ എക്സ്. അതായത് ടാൻ π/4 1 ആയതുകൊണ്ട് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു ടാൻ എക്സ് എന്നായി. അതായത് നമ്മുടെ ഈ എക്സ്പ്രഷൻ്റെ ഷോർട്ടസ്റ്റ് ഫോം ഏതാണ്, ഇത് നിങ്ങൾ ഓർത്ത് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഫോർമുലയിൽ നിന്ന് അപ്പോൾ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ π/4 മൈനസ് എക്സ് എന്നുള്ള ഈ ഇക്വേഷൻ ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വാല്യൂ ആരായി മാറി, ടാൻ π/4 മൈനസ് എക്സ് എന്നായി. അതായത് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്ത് വരുത്താൻ പറ്റി, ടാനിൻ്റെ ഫംഗ്ഷൻ ഇവിടെ വരുത്തിക്കാൻ സാധിച്ചു. ടാനിൻ്റെ ഫംഗ്ഷൻ അവിടെ വരുത്തിച്ചത് കൊണ്ട് നമ്മുടെ ഫോർമുലയായ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടാനും ടാൻ ഇൻവേഴ്സും കൂടെ ക്യാൻസലായി. ബാക്കി π/4 മൈനസ് എക്സ് എന്ന ആൻസറിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് എത്തിച്ചേർന്നു. ഇതിൻ്റെ സിംപിളസ്റ്റ് ഫോം. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ പഠിച്ച ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമുണ്ട്. അതെന്തായിരുന്നു, മുകളിൽ ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിലും ബ്രാക്കറ്റിനുള്ളിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ടാനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്ഥിതി കുറച്ച് മാറി. ഇവിടെ നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ല, പകരം എക്സ് ആണ് കിടക്കുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇല്ലാതെ, ടാനിനുള്ളിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇല്ലാതെ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രത്യേകം ഓർത്തോണം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ എക്സ് എന്ന വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കിതിനുള്ളിൽ ട്രിഗ്നോമെട്രി വന്നാൽ മാത്രമേ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ടാനിലെത്തിക്കാൻ സാധിക്കൂ. അതാണ് നമ്മുടെ ഉദ്ദേശം, ഇതിനെ ടാനിലെത്തിക്കണം. അപ്പോൾ ഇതിനൊരു ട്രിഗ്നോമെട്രി വേണം. ഇനി ട്രിഗ്നോമെട്രി ഇല്ലാത്തതുകൊണ്ട് എക്സിന് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് ആൻസറിൽ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുകയില്ല. ഇതിന് സൂട്ടബിളായിട്ട് വരുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം.
മിക്കവാറും പ്രോബ്ലത്തിൽ നമുക്കത് നോക്കിയാൽ മനസ്സിലാകും, ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമാണ്. പക്ഷേ മനസ്സിലാക്കാത്ത ചുരുക്കം ചില പ്രോബ്ലമുണ്ട്. അതിലൊരു പ്രോബ്ലം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ പ്രത്യേകം മാർക്ക് ചെയ്ത് ഓർത്തോണം. ഇതാണ് അതിൻ്റെ ഇത് ടാൻ ഇൻവേഴ്സ് ടാനിലേക്ക് മാറ്റേണ്ടതുകൊണ്ട് എക്സിന് ടാൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക നിർബന്ധമായും. ഇതിന് നമുക്ക് നേരെ തിരിയാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഹാർട്ട് ഓർക്കുന്നു. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരും? തീറ്റ ഇവിടെ വെക്കുന്നു, ടാനിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നു. ടാൻ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സായി മാറും. അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ വാല്യൂ നമുക്ക് അവസാനം റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എക്സിന് പകരം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് എക്സിന് പകരം ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് എക്സിന് പകരം ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായി മാറി നോക്കുക? 1 + tan സ്ക്വയർ തീറ്റ. 1 + tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു ഫോർമുലയാണ്. 6 സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ 1 + tan സ്ക്വയർ തീറ്റ എന്നുള്ളത് ആരായി മാറും? 6 സ്ക്വയർ തീറ്റ. അപ്പോൾ 1 + tan സ്ക്വയർ തീറ്റയ്ക്ക് വരെ നമ്മൾ 6 സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊരു -1 ഉണ്ട്, അവിടെയുണ്ട്. ഡിവൈഡഡ് ബൈ tan തീറ്റ അവിടെയുണ്ട്. അപ്പോൾ √6 സ്ക്വയർ തീറ്റ എന്നുള്ളത് എന്താണ്? സീക്ക് തീറ്റ. റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയിപ്പോയി. സീക്ക് തീറ്റ -1/tan തീറ്റ. നമ്മളിനി ഇതിനെ നമുക്ക് ടാൻ തീറ്റയിലേക്ക് എത്തിക്കണം. ടാൻ തീറ്റയിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ശരിക്കും ശ്രദ്ധിക്കണം. സീക്ക് തീറ്റ -1/tan തീറ്റേൻ്റെ സിംപ്ലിഫിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാൻ തീറ്റയിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സീക്ക് തീറ്റ ബൈ ടാൻ തീറ്റ -1/tan തീറ്റ എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി സീക്ക് തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സീക്ക് തീറ്റ ഈസ് 1/cos തീറ്റ. ടാൻ തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സൈൻ തീറ്റ ബൈ കോസ്. എല്ലാവരെയും സൈൻ തീറ്റ കോസ് തീറ്റയിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ നോക്കുക. ഇത് 1/cos തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ ഈ ഡിവിഷനില്ലേ, ഈ ഡിവിഷന് പകരം നമ്മൾ എന്തെടുക്കണം? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. ഡിവിഷന് പകരം റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാമല്ലോ. അപ്പോൾ ഇതിന് പകരം ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/cos തീറ്റ ഇൻറ്റു ഈ ഡിവിഷന് പകരം ഇൻറ്റു ആക്കി ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ ഈ ഫംഗ്ഷൻ 1/cos തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ളത് എന്തായി മാറി? ഈ ഡിവിഷൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡിവിഷന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ എന്നായി മാറി. ഇതിനെയും റെസിപ്രോക്കൽ ഈ ഡിവിഷന് പകരം ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഇവിടുത്തെ കോസ് തീറ്റയും ഇവിടുത്തെ കോസ് തീറ്റയും കൂടെ കട്ടായി പോയിക്കോളും. അത് കട്ടാക്കി കളഞ്ഞു കഴിഞ്ഞപ്പം 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നായി. ഇവിടെ സൈൻ തീറ്റ കോമൺ ഡിനോമിനേറ്ററാണ്. അതുകൊണ്ട് സൈൻ തീറ്റേനെ കോമൺ ഡിനോമിനേറ്റർ ആക്കി എഴുതി. അപ്പോൾ 1 - cos തീറ്റ ബൈ സൈൻ തീറ്റ എന്നായി. ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തു. കോമൺ ഡിനോമിനേറ്റർ എഴുതി, ന്യൂമറേറ്റർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതി. അപ്പോൾ 1 - cos തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫോർമുലയിൽ എത്തിച്ചേർന്നു. എന്തായിരുന്നു 1 - cos തീറ്റ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2 sin സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ 1 - cos x ആണ്. അതുകൊണ്ട് 1 - cos x 2 sin സ്ക്വയർ x ബൈ 2. അതുകൊണ്ട് 1 - cos തീറ്റ എന്നുള്ളത് എന്താവും? 2 sin സ്ക്വയർ തീറ്റ ബൈ 2 എന്നായി. പിന്നെ അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതി. ഇനി ഡിനോമിനേറ്റർ ഇവിടെ സൈൻ തീറ്റയാണ്. ഈ സൈൻ തീറ്റ ഈ സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. നമുക്ക് ഈ ഒരു സിംപ്ലിഫിക്കേഷന് ഇത് അത്യാവശ്യമായതുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് sin 2 തീറ്റയുടെ ഫോർമുല അറിയാം. sin 2 തീറ്റയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാം? ഇത് 2 തീറ്റയുടെ ഹാഫാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സൈൻ തീറ്റ ഇവിടെ തീറ്റ ഹാഫാക്കിയാൽ അപ്പുറത്തെ സൈഡിലെ എല്ലാ തീറ്റകളും ഹാഫാക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് വന്നു? 2 cos ഈ തീറ്റേനെ ഹാഫാക്കുക തീറ്റ ബൈ 2, ഈ തീറ്റേനെ ഹാഫാക്കുക തീറ്റ ബൈ 2. എല്ലാ തീറ്റേനെയും സെക്കൻഡ് ഇക്വേഷനിൽ അതിൻ്റെ ഹാഫ് എടുത്തു. അപ്പോൾ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ എന്തായി മാറി? കോസ് തീറ്റ ബൈ 2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 എന്നായി. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ ഈ സൈൻ തീറ്റേനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. 2 sin തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്തിരുന്നു. ഇനി നോക്കുക, ഈ 2ഉം കൂടെ കട്ടായി പോവും. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ഉം ഇവിടെ സൈൻ തീറ്റ ബൈ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൈൻ തീറ്റ ബൈ 2ഉം ഇതിനകത്ത് സൈൻ തീറ്റ ബൈ 2ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് എന്തേ ഉള്ളൂ? സൈൻ തീറ്റ ബൈ 2 മാത്രം. ഈ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ബാക്കി അവശേഷിക്കുന്നത്? കോസ് തീറ്റ ബൈ 2. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്തായിരുന്നു? ടാൻ തീറ്റ. ഇവിടെ ആംഗിൾ തീറ്റ ബൈ 2.
അപ്പോൾ ടാൻ തീറ്റയെ നമ്മൾ എത്തിച്ചേർന്നു, ബ്രാക്കറ്റിനുള്ളിൽ ടാൻ തീറ്റ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസലായിപ്പോയി, ബാക്കി θ/2 ആയി നിന്നു. ഈ തീറ്റ നമ്മൾ തീറ്റേനെ നമ്മളായിട്ട് കൊണ്ടുവന്നതാണ്, അവിടെ തിരിച്ച് കൊടുക്കണം. തീറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. θ എന്താണ്, ടാൻ ഇൻവേഴ്സ്. ഇത് ചെയ്യാൻ മറന്നു പോകരുത്, തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ അവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീറ്റയുടെ വാല്യൂ 1/2 ഇൻറ്റു ഇവിടെ 1/2 ഉണ്ടല്ലോ, 1/2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു. ഇവിടുത്തെ വ്യത്യാസം ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഇവിടുത്തെ വ്യത്യാസം ഇവിടെ ടിക്നോമെട്രി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ടിക്നോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്യൂട്ടബിളായിട്ടുള്ള ടിക്നോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കേസിൽ, പ്രോബ്ലത്തിൻ്റെ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ടാൻ തീറ്റ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്കിത് തിരിച്ചറിയാൻ വേറെ മാർഗ്ഗമില്ല. ഉള്ളിൽ ടാൻ വരേണ്ടതുകൊണ്ട് ടാൻ കൊടുത്തു എന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇതും റൈറ്റിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ്, ടാൻ ഇൻവേഴ്സ് x/√(a² - x²). ഇതും നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടാൻ ഇൻവേഴ്സ് ടാൻ x = x എന്ന റിസൾട്ട് തന്നെ ഉപയോഗിച്ചാണ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടൂളാണത്. ഏത് റിസൾട്ട്? നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടൂള് ഈ റിസൾട്ടാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടൂള്, ടാൻ ഇൻവേഴ്സ് ടാൻ x = x. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയും സിംപ്ലിഫൈ ചെയ്യേണ്ട ഫംഗ്ഷനുള്ളിൽ ട്രിഗ്നോമെട്രി ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ട്രിഗ്നോമെട്രി റിസൾട്ട് അപ്ലൈ ചെയ്ത് ഇതിനെ ടാനിലെത്തിക്കാം. പക്ഷേ ഇവിടെ ട്രിഗ്നോമെട്രി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ട്രിഗ്നോമെട്രിയിലേക്ക് വരുന്നത്. ഇവിടെ x = ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ ടാൻ ഇൻവേഴ്സ്, ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ടാൻ ഇൻവേഴ്സ് ടാനാണ് ഇവിടെ വരേണ്ടത്. ടാൻ ഇവിടെ വരണമെങ്കിൽ ഇതൊരു ഫ്രാക്ഷനാണ്. ഒരു ഫ്രാക്ഷൻ്റെ അകത്ത് ടാൻ വരുന്നത് ഏത് ട്രിഗ്നോമെട്രി കൊടുക്കുമ്പോഴാണ്? ന്യൂമറേറ്ററിൽ ഏത് വരണം, ഡിനോമിനേറ്ററിൽ ഏത് വരണം? ഫ്രാക്ഷൻ സൈൻ θ/cos θയാണ് ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ ആരായിരിക്കണം വരേണ്ടത്? സൈൻ ആയിരിക്കണം വരേണ്ടത്. അതായത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് വരണം? സൈൻ വരണം. അതുകൊണ്ട് നമ്മൾ എക്സിന് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ x = സൈൻ തീറ്റ എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു എ കാണുന്നുണ്ട്, അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആ എ വരാനുള്ള കാരണം ഈ ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ്റെ കൂടെ എക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ലെറ്റേഴ്സിനെ കണ്ടാൽ ആ ലെറ്റേഴ്സും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവരുടെ കൂടെ എടുക്കണം. ഇവിടെ എ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ എ എടുത്തു. ഇതിന് മുമ്പൊന്നും അങ്ങനെ വേറെ ലെറ്റേഴ്സ് വന്നിട്ടില്ല. എക്സ് എന്നുള്ള ഒറ്റൊരു ലെറ്ററേ വന്നിട്ടുള്ളൂ. അങ്ങനെ അഡീഷണൽ ലെറ്റർ വന്നാൽ അവരെയും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ കൂട്ടണം, എങ്കിലേ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ x = a സൈൻ തീറ്റ എന്നെടുത്തു. തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ആദ്യം തന്നെ വെക്കേണ്ടതാണ്. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു തടസ്സം a ഉണ്ട്. അതുകൊണ്ട് ആദ്യം ആ തടസ്സം ഇപ്പുറത്തോട്ട് മാറ്റി x/a എന്ന് മാറ്റി എഴുതിയപ്പോൾ സൈൻ തീറ്റയായി. അപ്പോൾ θ = ഇനി തീറ്റ തന്നെ ഇവിടെ നിന്ന് എടുക്കാൻ കിട്ടും. തീറ്റ മാത്രം അവിടെ വെച്ച് സൈൻ ഇപ്പുറത്തോട്ട് വിട്ടു. അപ്പോൾ θ = സൈൻ ഇൻവേഴ്സ്, സൈൻ ഇങ്ങോട്ട് വന്നപ്പോൾ സൈൻ ഇൻവേഴ്സായി. സൈൻ ഇൻവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നത് x/a ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x/a എന്നായി തീറ്റയുടെ വാല്യൂ. ഇത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട സാധനം, ടാനിലേക്ക് മാറ്റേണ്ട ഫംഗ്ഷൻ. ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x = a സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a² ഈ എക്സിന് പകരവും a സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ a സൈൻ തീറ്റ ഹോൾ² ആണ്. അപ്പോൾ a² sin² θ എന്നായി മാറി. ഇതിൻ്റെ അകത്ത് ഡിനോമിനേറ്റർ നോക്കുക, a² കോമൺ ആണ്. ഇതിനകത്തും a² ഉണ്ട്, ഇതിനകത്ത് a² ഉണ്ട്. അതുകൊണ്ട് ഒരു a² ഈ റൂട്ടിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. റൂട്ടിൽ നിന്നും a² പുറത്തിറങ്ങിയാൽ അത് ആരായി മാറും? a ആയി മാറും. റൂട്ടിൽ നിന്ന് ആര് പുറത്തിറങ്ങിയാലും അതിൻ്റെ സ്ക്വയർ റൂട്ടായി മാറും. a² പുറത്തിറങ്ങിയത് കൊണ്ട് a ആയി മാറി. ഈ എയും ഈ മുകളിൽ കിടക്കുന്ന എയും കൂടെ ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ a വെച്ച് കൊടുത്തത്. ഇനി റൂട്ടിനുള്ളിൽ ബാക്കി അവർ അവശേഷിച്ചു. a² ഇതിനകത്ത് പോയപ്പം 1 അവശേഷിച്ചു. 1 - ഇവിടെ a² പോയി, sin² മാത്രം അവശേഷിച്ചു. 1 - sin² θ. ഈ 1 - sin² θ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. sin² - cos² = 1. Therefore 1 - sin² θ = cos² θ. ആ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. 1 - sin² θ is cos² θ. cos² θയുടെ റൂട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ആരായി മാറി? cos θ. അപ്പോൾ മുകളിൽ എയും എയും നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തതാണ്. sin θ/cos θ ആയി. sin θ/cos θ is tan θ ആണ്. അങ്ങനെ ടാൻ എത്തിച്ചേർന്നു. ടാനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം.
അപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസലായി. തീറ്റ എന്നുള്ളത് ബാക്കി വന്നു. ഈ തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് വെക്കണം. ഇത് കണ്ടുപിടിക്കുന്നതിൽ ചെറിയ മാറ്റമുണ്ട്. ഈ മാറ്റം എന്താണെന്ന് നോക്കി വെക്കണം. ഇവിടെ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് വേണം മാറ്റാൻ, ഇല്ലെങ്കിൽ തെറ്റാണ്. ആദ്യം എ ഇവിടെ തടസ്സമായി നിൽക്കുന്നതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് വേണം സൈനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ. അപ്പം തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് x/a ആണ്. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം, ഈ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഫോം ഏതാണ്? ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? സൈൻ ഇൻവേഴ്സ് x/a, സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ കുറച്ച് ഹോംവർക്കുകളുണ്ട്. ഹോംവർക്ക് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ഞാനവിടെ എഴുതിയിട്ടില്ല. പേജ് നമ്പർ പറയാം. നിങ്ങൾക്ക് 4 ഹോംവർക്കാണ് തരുന്നത്. അതിൽ 2 വർക്കൗട്ട് എക്സാമ്പിളാണ്. പേജ് നമ്പർ 45, 46 പേജുകളിലായി കിടക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5ഉം ക്വസ്റ്റ്യൻ നമ്പർ 6ഉം. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായി കുറേ ടെക്നോമെട്രിക് റിസൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പഴയ നോട്ട് എടുത്ത് വെച്ച് നോട്ട് കമ്പയർ ചെയ്ത് നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. അതും വർക്കൗട്ട് എക്സാമ്പിളാണ്. അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അതെങ്ങനെയാണ് എടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഇത് എക്സസൈസിലെ 2 ക്വസ്റ്റ്യനാണ്, 6ഉം 10ഉം. 6 ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരേണ്ടത് അതും x= ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൊസീക്ക് എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനിപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് നോക്കി വെരിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് x=a tan θ എന്നാണ്. അതിന് a വരുന്ന ഫംഗ്ഷനാണ് a ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ tan³ തീറ്റയുടെ എക്സ്പാൻഷനാണ്. അതുകൊണ്ട് a tan θ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്യുക. ഇത് ചെയ്യാൻ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ